ഹായ്, ഇന്ന് നമ്മൾ 2 കമ്മലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. 2 പച്ച കളർ കമ്മലാണ്. ആദ്യത്തെ വന്നിട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക കേട്ടോ. ആദ്യം തന്നെ ഞാൻ OHP ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് B7000 ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് ഞാനൊരു ഡ്രോപ്പ് ഷേപ്പിലുള്ള ഒരു സ്റ്റോണാണ് കേട്ടോ. നമ്മൾ ഫ്രെയിമില്ലാത്ത സ്റ്റോണെന്നോ അല്ലെങ്കിൽ വലിയ സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ നിന്ന് കിട്ടും കേട്ടോ. എന്നിട്ട് അത് ഒട്ടിച്ചതിന് ശേഷം അതിന് ചുറ്റിലും അതേ കളറിലുള്ള കുന്തൻ സ്റ്റോൺ ആണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. എനിക്കിവിടെ റൗണ്ട് ഷേപ്പിലുള്ളതാണ് കിട്ടിയത്, അപ്പോൾ ഞാൻ അതാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഐ ഷേപ്പിലുള്ളതൊക്കെ കിട്ടിയാലും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണേ. അതിൻ്റെ ആ ഗ്യാപ്പൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണേ. പിന്നെ ഈ നടുക്കിലൊട്ടിച്ച ആ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ, അത്യാവശ്യം വലിയൊരു സ്റ്റോണാണേ. പിന്നെ അതിൽ 2 ഹോളുണ്ട്. ഹോളില്ലാത്ത സ്റ്റോൺ കിട്ടിയാൽ ഒന്നും കൂടെ നല്ലതാണ്. പക്ഷേ എനിക്ക് ഹോളുള്ളതാണ് കിട്ടിയത്. പക്ഷേ ആ ഹോൾ അങ്ങനെ ഇടുമ്പോൾ അറിയണമൊന്നുമില്ല, എന്നാലും ഹോളില്ലാത്തതാണെങ്കിൽ ഒന്നും കൂടെ പെർഫെക്റ്റ് ആവും കേട്ടോ. പിന്നെ അതേ സ്റ്റഡും ഇതുപോലെ കുന്തൻ സ്റ്റോൺസ് മാത്രം ഒട്ടിച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബാക്കിലേക്ക് ഐപ്പിൻ ഒട്ടിച്ചു കൊടുക്കുകയാണേ. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കമ്മലാണ് കേട്ടോ, വേറെ ഒരു പണിയില്ല. അപ്പോൾ ഇതേ ഹാങ്ങിങ് പോർഷൻ്റെ മുകളിൽ സ്റ്റഡ് ഈ ഐപ്പിൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ദേ സ്റ്റഡ് പോർഷൻ്റെ മുകളിലും ഐപ്പിന് ഒട്ടിച്ചു കൊടുക്കുകയാണേ. ഒരെണ്ണം തിരിച്ച് വെച്ചാൽ മറ്റത് ദേ ഇങ്ങനെ വെക്കണം കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന മാതിരി വെച്ച് കൊടുക്കണേ. അത് കഴിഞ്ഞ് സ്റ്റഡിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റഡ് ബേസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആയതിന് ശേഷം നമുക്കൊന്ന് കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ഐപ്പിനൊന്ന് ഇതാക്കി കൊടുത്തിട്ട് അത് വീണ്ടും പ്ലയർ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേ നമ്മൾ കമ്മൽ റെഡി ആക്കിയിട്ടുണ്ട്. ദേ 2 കമ്മലും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അടുത്തത് നമ്മുടെ കമ്മൽ ഇതാണ് കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്കിപ്പോൾ എവിടെയെങ്കിലും സിമ്പിളായിട്ട് പോകേണ്ടിടത്തൊക്കെ ഇട്ട് പോകാൻ പറ്റിയത്, അതുമാതിരി കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ കമ്മലാണ്. അതിനും ഞാൻ സെയിം കൂന്തൻ സ്റ്റോൺ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ചുറ്റിലും ഇതുപോലെ ബോൾ ചെയിൻ ആണ് കേട്ടോ. ഇത് ഗോൾഡൻ ബോൾ ചെയിൻ ആണ്. ഏറ്റവും ചെറിയ സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ദേ ഇതുപോലെ ഒട്ടിച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പൊന്നും ഇല്ലാതെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് അത് ഡ്രൈ ആവാൻ വിടാം. ഒരു ഐപ്പിൻ എടുത്തിട്ട് അതിലേക്ക് 3 ഗുങ്കുരു ബീഡ്സ് ആണ്. നമ്മുടെ ഈ ഗുങ്കുരു ബീഡ്സിൽ ഇങ്ങനെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ബീഡ്സ് ഉണ്ടാവില്ലേ, 2 എണ്ണം വെച്ചിട്ടൊക്കെ വന്നത്, അങ്ങനത്തെ ബീഡ് തിരഞ്ഞു പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരെണ്ണമുള്ളതും ഇട്ട് കൊടുക്കാം, പക്ഷേ ഇങ്ങനെ 2 എണ്ണം ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ കൂടുതൽ ഉള്ള പോലെ തോന്നില്ലേ. അപ്പോൾ ഞാൻ അതെടുത്തു. എന്നിട്ട് ദേ നമ്മുടെ ആ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്റ്റഡിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഒരു സ്റ്റഡ് ബേസ് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ കമ്മൽ എന്തൊരു സിമ്പിളായിട്ടല്ലേ റെഡി ആയത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.